നൗഷാദ്, അങ്ങനെ കേരളത്തിലൊരു സർക്കാർ പറയുന്നത് പാലിക്കുന്ന സർക്കാരാണ് എന്ന ആത്മവിശ്വാസം ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചു കണ്ടു. പ്രതിപക്ഷം അതിനെ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ച പല വാർത്തകളിൽ കഴിഞ്ഞ ബജറ്റും ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ഈ ബജറ്റും തമ്മിലുള്ള താരതമ്യത്തിൽ പ്രഖ്യാപനങ്ങൾ പലതും ബാക്കിയുണ്ട് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് 2.5 മണിക്കൂർ നീണ്ടു നിന്നത് എന്ന ആരോപണത്തിലുള്ള മറുപടി എന്താണ്? മാധു, ബഡ്ജറ്റ്, ഒരു വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ വർഷം ആ പദ്ധതി മുഴുവനും നടപ്പിലാക്കുമെന്നുള്ളതാണ്. ഇപ്പം വിഴിഞ്ഞം പദ്ധതി ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ വീണ്ടും പറഞ്ഞു എന്ന് തുടങ്ങിയതാണ്. വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായി. ആ വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്ക് വന്നപ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് ആവശ്യമുന്നയിച്ച് സമരം ചെയ്തവരാണ് അവർ. ഇപ്പോൾ ഇനി അതിൻ്റെ അനുബന്ധ വികസനത്തിന് 10,000 ഏക്കറോളം സ്ഥലം ഇനി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്നതാണോ? പക്ഷെ ഇപ്പം തുടങ്ങിയാലല്ലേ അത് നടക്കത്തുള്ളൂ. അതാണ് ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ പ്രളയം വന്ന് തകർന്ന നാടാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ആഭ്യന്തര ടൂറിസത്തിൽ 1-ാം സ്ഥാനം ഏത് സ്റ്റേറ്റിനായിരുന്നു? ഈ കേരളത്തിലായിരുന്നു. അപ്പോൾ ടൂറിസം മേഖലയിലും വ്യാവസായിക മേഖലയിലും കേരളം മുന്നോട്ട് പോവുകയാണ്. നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിൽ മുതൽ മുടക്കാനായി ധൈര്യസമേതം കടന്നു വരുന്നു. പക്ഷെ ആ കടന്നു വരുന്നവരെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. ഇവിടുന്ന് ആരെങ്കിലും അവർക്കിഷ്ടമില്ലാത്ത അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ, പ്രാദേശികമായി ഉണ്ടാകുന്ന വിദ്വേഷത്തിൻ്റെ പേരിൽ ഇവിടെ ഒരാൾ പോയാൽ അത് നിങ്ങൾ വലിയ വാർത്തയാക്കും. പക്ഷെ വരുന്നതൊന്നും വാർത്തയാക്കുന്നില്ല. അപ്പം വ്യാവസായികമായി ഇവിടെ പുതുതായി തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളിൽ എത്തിക്കുന്നില്ലല്ലോ. അപ്പോൾ വ്യാവസായികമായും കാർഷിക മേഖലയിൽ ആഗ്രഹിച്ച തരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വലിയ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കേരളം എപ്പോഴും ഒരു സാമൂഹ്യ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സ്റ്റേറ്റാണ്. അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ് ഇപ്പോഴും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലല്ലേ അത് നാളെ അങ്ങ് നടപ്പിലാകുമെന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ, ഇപ്പം ലൈഫ് പദ്ധതി ഘട്ടം ഘട്ടമായിട്ടാണല്ലോ നമ്മൾ പൈസ കൊടുക്കുക. അവർ പണി ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അല്ലാതെ ലൈഫ് പദ്ധതി അനുവദിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പൈസ കൊടുക്കില്ലല്ലോ. വസ്തുതകളെ വസ്തുതകളായി കാണണം, യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 രൂപയുണ്ടായിരുന്നപ്പോൾ, അതും അന്ന് 34 ലക്ഷം പേർക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നപ്പോൾ വർഷങ്ങളോളം കുടിശ്ശിക ഇട്ടവർ ഇപ്പോൾ 4 മാസം കുടിശ്ശിക ഉണ്ട്. അത് ശരിയാണ്. ഇല്ലാത്ത കുടിശ്ശിക പെരുപ്പിച്ച് പറയുക. കേരളത്തിൽ ഒരിക്കൽ പോലും പിണറായി വിജയൻ ഗവൺമെൻറ് വരുന്നത് വരെ യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള LDF കാലഘട്ടത്തിലും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ കുടിശ്ശിക ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ AK ആൻ്റണിയുടെ കാലഘട്ടത്തിലും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ പെൻഷൻ വർദ്ധിപ്പിച്ച് ഇത്രയും പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ നിങ്ങൾക്കറിയാം. ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചിട്ട് അത് കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഒരു തടസ്സവും ഇല്ലാതെ. അപ്പോൾ ആ കമ്പനി സർക്കാരിൻ്റെ കയ്യിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കടമെടുത്തിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു കമ്പനി നമ്മൾ രൂപീകരിച്ചിരുന്നു. അവിടെ നിന്ന് യഥാർത്ഥത്തിൽ 31,000 കോടി രൂപ നമുക്ക് പെൻഷൻ കൊടുക്കാനായി തന്നിട്ടുണ്ട്. 24,000 കോടി രൂപയും പലിശയും അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കമ്പനി എടുക്കുന്ന കടം പോലും നമ്മളെ പൊതുകടത്തിൽപ്പെടുത്തി. ആ കടം എടുത്തിട്ട് കടമെടുക്കാനുള്ള പരിധി കുറച്ചു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ സാമ്പത്തികം വേണ്ടേ? ഒരു സർക്കാരിന് പ്രവർത്തിക്കണമെങ്കിൽ സമ്പത്ത് കയ്യിൽ വേണ്ടേ?
ജനങ്ങൾക്ക് അമിതമായ നികുതി ഭാരം ഏർപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? ഇത് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്രത്തിൻ്റെ വിഹിതം, കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി, അതിൽ നിന്നുള്ള വിഹിതം, സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം, ഇത് ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്നു. അത് വെട്ടിക്കുറച്ചാൽ, അത് പകുതിയാക്കിയാൽ പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുമോ? പഞ്ചായത്തിന് എന്നാൽ തനത് വരുമാനം ഇല്ലേ? പക്ഷെ ആ തനത് വരുമാനം കൊണ്ട് ഒരിക്കലും അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയില്ലേ? ഇവിടെ ഈ കേന്ദ്ര ഗവൺമെൻറ്, നേരത്തെ ഇപ്പോൾ സജീഷ് സൂചിപ്പിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ സമീപനം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലുകൾ വന്നിട്ട് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അതൊരു വാർത്തയുമല്ല, ഒരു ചർച്ചയുമല്ല. അതുപോലെ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ കമ്മി 3% താഴെയായിരിക്കണം. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റ് 5% കൂടുതലാണ്. ഒരു ചർച്ചയുമില്ല. അവർക്ക് യഥേഷ്ടം കടമെടുക്കാം, എന്തും ചെയ്യാം. തൊഴിലുറപ്പ് പദ്ധതി 4-1 ചുരുക്കി. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിൽ ദിനങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വകയിരുത്തൽ നടത്തി. അവിടെ ഭവനങ്ങൾ നൽകുമ്പോൾ മോദി ഭവനം എന്ന് എഴുതി വെക്കണം. പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ്. നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അതിൽ ഗ്രാമപ്രദേശങ്ങളിൽ 72,000 രൂപയാണ് അവർ തരുന്നത്, കേന്ദ്രം തരുന്നത്. 4 ലക്ഷം രൂപ കൊടുക്കുന്നവൻ അവിടെ ഞങ്ങളെ ഒന്നും പേരെഴുതണ്ട എന്ന് പറയുക. 72,000 രൂപ തരുന്നവർ ഞങ്ങൾ അത് അവിടെ എഴുതി വെച്ചെങ്കിലേ ഈ 72,000 തരുത്തുള്ളൂ എന്ന് പറയുക. അതിനെതിരായിട്ട് ഒരു വർത്തമാനവും ഇല്ല. സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്തുകൊണ്ടേയിരിക്കുന്നു.